സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ സുനിശ്ചിത സാക്ഷാത്കാരമായിരിക്കും ഇത്. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? അതത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ ഇത് വായിച്ചു കേട്ടില്ല. ഇപ്പോൾ അതായത് മനുഷ്യവംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന നിഗൂഢാത്മകമായ ഒരു നവീകരണം വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശം പുതിയ ഭൂമിയും എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ സുനിശ്ചിതമായ സാക്ഷാത്കാരമായിരിക്കും ഇത്. ഈ പുതിയ പ്രപഞ്ചത്തിൽ സ്വർഗീയ ജെറുസലേമിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലായിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. പിന്നീട് മരണമുണ്ടായിരിക്കുകയില്ല. വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ പഴയതെല്ലാം കടന്നുപോയി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിസമാപ്തി, ഈ പരിസമാപ്തി ദൈവം സൃഷ്ടി മുതൽ ആഗ്രഹിച്ച് മനുഷ്യവംശത്തിൻ്റെ ഐക്യത്തിൻ്റെ അന്തിമമായ സാക്ഷാത്കാരമായിരിക്കും. തീർത്ഥാടക സഭ ഈ ഐക്യത്തിൻ്റെ കൂദാശ പോലെ ആയിരുന്നു. ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമായി ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി ഭവിക്കും. ഭൂമിയിലുള്ള സമൂഹത്തെ നശിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യുന്ന പാപത്താലോ കറയാലോ സ്വാർത്ഥ സ്നേഹത്താലോ അവൾ വ്രണിതയാവുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പാപമില്ല ഇവിടെ. എന്തുകൊണ്ട്? പിശാചിനെയും അതിൻ്റെ സാമ്രാജ്യത്തെയും അവസാനിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. അതാണ് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരളത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? സ്വർഗമാവോ ഇല്ലയോ? അങ്ങനെ എല്ലാ രാജ്യവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിശുദ്ധിയുടെ ഒരു രാജ്യമായി മാറും. അതാണ് ലോകം മുഴുവനും യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതാണ് ഈശോ പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകുന്നതാണ്. അപ്പൊ അന്ത്യം എന്നും പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാണ് അന്ത്യം ഉണ്ടാവുക? അന്ത്യം ഉണ്ടാവുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം? പ്രധാനമായിട്ട് സംഭവിക്കേണ്ടത് ലോക സുവിശേഷവൽക്കരണമാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. അതിനുവേണ്ടിയാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന പാപമോചനത്തിൻ്റെയും പുതിയ സൃഷ്ടിയാവുന്നതിൻ്റെ സുവിശേഷം. മോശയുടെ ശിക്ഷയുടെ സുവിശേഷമല്ല. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടില്ല, എന്തോരം മുസ്ലിങ്ങളാണ്, മുസ്ലിം രാജാക്കന്മാർ തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതായിട്ട്. അപ്പം അതൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. യേശു ക്രിസ്തു അവരുടെയും കൂടി പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് അവരിലേക്ക് അത് പടരുകയുള്ളൂ. യേശു ആദത്തിൻ്റെ കടം തീർക്കാൻ, കേട്ടോ, ആദവും ഹവ്വയും ചെയ്ത പാപം മൂലമാണ് എല്ലാ മനുഷ്യരിലും പാപം വന്നത്. അതിനെ യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞതോടുകൂടി എല്ലാ മനുഷ്യരിലേക്കും യേശുവിൻ്റെ ബലിയുടെ കൃപ അവകാശമായിട്ട് കടന്നു ചെല്ലാമെന്ന് നമ്മൾ വിശ്വസിക്കണം. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും പാകിസ്ഥാനി ആയാലും ആരായാലും അവരെല്ലാവരിലേക്കും യേശുവിന് കടന്നു ചെല്ലാം. കാരണം യേശു ദൈവമാണ്. യേശു അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തു. അപ്പോൾ സാവധാനം ഇത് ഇങ്ങനെ എല്ലാവരിലേക്ക് കടന്നു ചെന്ന് ഈ സുവിശേഷം എല്ലാവരും അറിയുന്ന അവസ്ഥയിൽ അറിയുക മാത്രമല്ല, അവർ രൂപാന്തരപ്പെടും.
അവരിപ്പോൾ നമുക്കറിയാമല്ലോ, ചില മുസ്ലിം സഹോദരന്മാർ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എത്ര തീക്ഷ്ണമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുന്നു. ഹിന്ദു സഹോദരന്മാർ ഇതെല്ലാം അങ്ങനെ കൂടുതലായിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെമ്പാടും ഒരു രൂപാന്തരീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നിർത്താം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തണം. അപ്പോൾ ഈ 8 പോയിന്റ് മനസ്സിലായോ? ഈ 8 പോയിന്റിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാണ്ട് പരിശുദ്ധാത്മാവേ ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രധാനമായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്ന ഒറ്റ വചനം നോക്കുക, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശപ്പെടുത്തുവിൻ. ഈ ഒറ്റ പോയിന്റാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. ഇത് നമ്മുടെ അവകാശമാണ്, ഇത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഒരാൾക്കും സാധിക്കില്ല, ഒരു പാപത്തിനും സാധിക്കില്ല, ഒരു പിശാചിനും സാധിക്കില്ല. വിശ്വസിക്കുന്നുവോ? അതാണ് പൗലോസ്ലീഹയുടെ ആ റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ഒരു ശക്തിക്കോ ഒന്നിനും നിങ്ങളെ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 1-2 പേരൊന്ന് വന്നിട്ട് ഒരു 2 വാക്ക്, അധികമൊന്നും പറയണ്ട, ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ബോധ്യം ഒന്ന് പങ്കുവയ്ക്കുക. ഇതൊന്നങ്ങ് മാറ്റി വെച്ച മോനെ, ഇച്ചിരി അങ്ങ് നീക്കി വയ്ക്കുക.